Hi friends, welcome back TravelLoversbymunna. അപ്പോൾ ഈ ഒരു വർഷത്തെ ഫസ്റ്റത്തെ ഒരു വീഡിയോ ആണ് നമ്മളിത്. അതും ഒരു ബാൽക്കണി മേക്ക് ഓവർ. അപ്പോൾ അധികം ചിലവില്ലാണ്ട്, അധികം നല്ല ഒട്ടും ചിലവില്ലാതെ നമുക്ക് എങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഓരോ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ബാൽക്കണി എങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കണത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫസ്റ്റ് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ബാൽക്കണിയുടെ ആ ഒരു ഫസ്റ്റ് വ്യൂ എന്ന് പറയണത് ഇങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. പ്ലെയിൻ ആയിട്ട് കിടക്കണ ഒരു ബാൽക്കണിയുടെ വ്യൂ ആണ്. അപ്പോൾ അവിടെ നമ്മൾ ചെറുതായിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു പെയിൻറ്റിങ്ങുകളൊക്കെ വരച്ചിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെറുതായിട്ടുള്ള ആ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ബാൽക്കണി സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതേപോലെ പഴയ ചെറിയ ബെഡ്, അതേപോലെ ബ്ലാങ്കറ്റ് അങ്ങനത്തെ കൊണ്ടൊക്കെയാണ് നമ്മളിതിപ്പോൾ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മുന്നുണ്ടായിരുന്ന ബെഡുകളാണ്. അപ്പോൾ പിന്നെ അത് കളയണ്ടെന്ന് വെച്ചപ്പോൾ നമ്മളതൊന്ന് ബാൽക്കണി സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അതേപോലെ കട്ടിയുള്ള ബ്ലാങ്കറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 2-3 ബ്ലാങ്കറ്റുകൾ നമ്മൾ ഇതേപോലെ ഇതിൻ്റെ മേലെ വിരിച്ചിട്ട്, കാരണം ഈ നിലത്തിരിക്കുമ്പോൾ നമുക്കൊരു കുറച്ച് കട്ടി കിട്ടണമല്ലോ, അപ്പോൾ അതിന് ഒരു 2-3 അങ്ങനത്തെ കട്ടിയുള്ള ബ്ലാങ്കറ്റുകൾ നമ്മളിതിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ മേലെ ഇതേപോലെ പഴയ സാരി കൊണ്ട് അടിച്ചിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് ആയിരുന്നു. അതും പഴയതാണ് കേട്ടോ. അപ്പോൾ അതും നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടെന്നുള്ളതിൽ ഇതിൻ്റെ മേലെ വിരിച്ച്, കാരണം എത്രത്തോളം കട്ടി കൂടുന്ന അത്രത്തോളം നമുക്ക് ഇരിക്കാനൊരു കംഫർട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്രയും എത്ര പോലെ വേസ്റ്റ് ബെഡോ അതേപോലെ ബ്ലാങ്കറ്റോ എങ്ങനെ എന്തെങ്കിലും നമുക്ക് ചിലവില്ലാണ്ട് നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് കുഞ്ഞേതാണോ വലുതാണോ എത്ര വലിയ ബാൽക്കണി ആണെങ്കിലും നമുക്ക് ആ ഒരു ചെറിയൊരു പോർഷൻ നമുക്ക് നമ്മുടെ ഐഡിയയിൽ അതേപോലെ നമുക്ക് എങ്ങനെയൊക്കെ തോന്നുന്ന ലെവലിൽ നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതൊരു വീരൊക്കെ വിരിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചെടികൾ സംഭവങ്ങൾ ഡെക്കറേഷനായിട്ട് കുറച്ച് ചെടിയും സംഭവങ്ങളൊക്കെ ഒന്ന് വെച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്ത് നമ്മൾ പുറമൊന്നും വാങ്ങിക്കണില്ല, ഒക്കെ നമ്മുടെ വീട്ടിലുള്ളത് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് എടുക്കണത്. ഇനി ഇരിക്കാനായിട്ട് നമുക്കൊരു കംഫർട്ടിനായിട്ട് നമുക്ക് കുറച്ച് കുഷ്യൻസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതോടെ നമ്മുടെ ഈ ഒരു ബാൽക്കണി സെറ്റിങ്സിൻ്റെ പരിപാടികളൊക്കെ നമുക്ക് ഏകദേശം കഴിഞ്ഞു. ഇനി ഇതൊക്കെ ഒന്ന് നല്ല വൃത്തിയിലും ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക. അതോടെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇനി ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഒരു രാത്രി വ്യൂ കാണിക്കുന്നുണ്ട്. അതേപോലെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എത്രത്തോളം പറ്റുന്ന ചെടികൾ നമ്മളൊന്ന് കൊടുന്ന് നമ്മളൊന്ന് കവർ ചെയ്തിട്ട് ഒന്നൊരു ഭംഗിയാക്കി എടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ പോലെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, വീട്ടിലുള്ള സംഭവങ്ങൾ പുറമൊന്നും വാങ്ങിക്കാതെ സീറോ കോസ്റ്റിൽ നമുക്ക് എങ്ങനെ ബാൽക്കണി സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഇതിൽ കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, കാരണം ആർക്കും ഇങ്ങനത്തെ ആ ഒരു മൂഡ് അങ്ങനത്തെ സംഭവങ്ങൾ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുമില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലെ നമ്മൾ കളയാൻ വെച്ചിട്ടുണ്ടാവണ പല സംഭവങ്ങളുണ്ടാവും, ഇതേപോലെ ബ്ലാങ്കറ്റുകളാണെങ്കിലും ഒക്കെ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ഐഡിയ പോലെ സെറ്റാക്കിയിട്ട് നമുക്ക് ഇതേപോലെ ബാൽക്കണി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം.
ഇനി രാത്രിയിലുള്ള ഒരു വ്യൂ കാണിച്ചു തരാം. ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് പകലത്തിനേക്കാളും ഒരു രസം രാത്രിയാണ്. കാരണം നമുക്ക് മഴ ടൈമിലാണെങ്കിലും എന്താ പറയുക, നല്ലൊരു രസമായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പുറത്തിരിക്കാനൊക്കെ. അപ്പോൾ ആ രാത്രി വ്യൂ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ലാസ്റ്റ് ബാൽക്കണി വ്യൂ, അതും നൈറ്റ് വ്യൂ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.